മറ്റൊരു വാർത്തയിലേക്ക് KSRTC ബ്രത്ത് അനലൈസറിനെതിരായ പാലോട് ഡിപ്പോയിലെ ഡ്രൈവറുടെയും കുടുംബത്തിന്റെയും ഉപരോധത്തിൽ നടപടിയുമായി CMT. ഡിപ്പോയിൽ വെച്ച് വീണ്ടും പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി. പരാതിയിൽ സ്റ്റേഷൻ മാസ്റ്ററോടും വെഹിക്കിൾ സൂപ്പർവൈസറോടും നേരിട്ട് ഹാജരാകാനും CMT നിർദ്ദേശം നൽകി. വിഷയത്തിൽ നേരത്തെ CMTയോട് ഗതാഗത മന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടിയിരുന്നു. RB സനൂപുണ്ട് വിവരങ്ങൾ നൽകാനായി. RB സനൂപ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ CMT ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? മറ്റു വിവരങ്ങൾ. അജി കുഞ്ഞുമോൻ, രാവിലെ മുതലാണ് KSRTC പാലോട് ഡിപ്പോയിലെ ഡ്രൈവർ ജയപ്രകാശ് ഈ ബ്രത്ത് അനലൈസർ പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം നിരാഹാരം തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ 2 മക്കളെയും ഭാര്യയും കൊണ്ടാണ് പാലോട് നിരാഹാരം ആരംഭിച്ചത്. അദ്ദേഹം ഇതുവരെ ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ല എന്ന കാര്യമാണ് അദ്ദേഹം അറിയിക്കുന്നത്. മാത്രമല്ല, ഈ നേരത്തെ 2 ആഴ്ചയായിട്ട് ഈ ബ്രത്ത് അനലൈസർ മെഷീൻ പലതവണ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് തനിക്ക് ഈ ഗതികേട് വന്നതെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നീതി ആവശ്യപ്പെട്ടാണ് അദ്ദേഹം ഈ സമരവുമായിട്ട് മുന്നോട്ട് പോയത്. ഇതിനിടയിലാണ് ഗതാഗത മന്ത്രി അടക്കം ഇടപെടുകയും അടിയന്തരമായിട്ട് റിപ്പോർട്ട് നൽകാൻ KSRTC CMDയോട് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ പരിശോധിക്കാൻ വേണ്ട ഒരു നിർദ്ദേശം KSRTC CMD പ്രമോദ് ശങ്കർ ഡിപ്പോ അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വിശദീകരണം നൽകുന്നതിന് വേണ്ടി സ്റ്റേഷൻ മാസ്റ്റർ ബൈജു, അതുപോലെ വെഹിക്കിൾ സൂപ്പർവൈസർ എന്നിവരോട് KSRTC CMD ഓഫീസിൽ ഹാജരാവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ മാസ്റ്ററും വെഹിക്കിൾ സൂപ്പർവൈസറും ഇപ്പോൾ CMD ഓഫീസിൽ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ രാവിലെ 57 പേരെയാണ് പരിശോധിച്ചത്. അതിൽ 57ാമത്തെ ആളായിരുന്നു ഈ ജയപ്രകാശ്. 56 പേരുടെയും പരിശോധനാ ഫലത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ജയപ്രകാശിന്റെ പരിശോധനാ സമയത്ത് അദ്ദേഹത്തിന്റെ റീഡിംഗ് 16 കാണിക്കുകയും അദ്ദേഹം മദ്യപിച്ചു എന്നുള്ള കാര്യം പറഞ്ഞ അദ്ദേഹത്തെ ട്രിപ്പ് പോകാൻ അനുവദിക്കാതെ മാറ്റി നിർത്തി എന്നുള്ള കാര്യമാണ് ജയപ്രകാശ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇതിൽ വലിയ മനോവിഷമം ഉണ്ടായി. താൻ മദ്യപിക്കുന്ന ആളല്ല, അക്കാര്യം എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും തന്നെ വീണ്ടും പരിശോധിക്കാൻ വേണ്ടി KSRTCയിലെ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ആ വീഴ്ച, അതായത് രണ്ടാമതൊന്നുകൂടി പരിശോധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ വീഴ്ച ഇപ്പോൾ KSRTC സമ്മതിക്കുന്നുണ്ട്. ഒന്നുകിൽ ആ സമയത്ത് പരിശോധന നടത്തിയെങ്കിൽ ഒരുപക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം KSRTC വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ